ഫിzus വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുപ്പി വിറ്റ് കഴിഞ്ഞ വീഡിയോയിൽ കൊറോണയെ കുറിച്ച് ഒരുപാട് പറഞ്ഞു. അത് ഇനിയും കേൾക്കാനുണ്ട്. നമുക്കപ്പോൾ ആ വീഡിയോയിലോട്ട് പോകാം. റെഡി? ഓക്കെ. ഉപ്പേ, അപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ 2 നൂറ്റാണ്ടിലെ മഹാമാരികൾ തമ്മിൽ കമ്പയർ ചെയ്യുകയും കഴിഞ്ഞ നൂറ്റാണ്ടിലെ മഹാമാരിയായ സ്പാനിഷ് ഫ്ലൂവിൽ നിന്ന് ഒരുപാട് പാഠങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഇപ്പോഴത്തെ നമ്മുടെ COVID-19 എങ്ങനെ അതിജീവിക്കാം എന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ വീഡിയോ ചെയ്തത്. അപ്പോ അന്ന് ഉപ്പി പറഞ്ഞായിരുന്നല്ലോ ഇനിയും കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനുണ്ടെന്ന്. ഉദാഹരണത്തിന് എന്താണ് റിവേഴ്സ് ക്വാറന്റൈൻ, എങ്ങനെയാണ് സ്വാബ് കളക്ട് ചെയ്യുന്നത്, കോവിഡ് രോഗികളെ എങ്ങനെയാണ് ചികിത്സിക്കുന്നത്, പിന്നെ റെഡ് സോണും കണ്ടെയ്ൻമെന്റ് സോണും തമ്മിലുള്ള വ്യത്യാസം, അങ്ങനെ ഒരുപാട് സംശയങ്ങളുണ്ട്. അപ്പൊ അതിനെയൊക്കെ പറ്റി ഒന്ന് വിശദീകരിക്കാമോ? ഞാൻ അത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ ഡോക്ടർമാരുമായിട്ടും ആരോഗ്യ വിദഗ്ധരും ഒക്കെ ആയിട്ട് ഞാൻ സംസാരിച്ചായിരുന്നു. അപ്പൊ അവർ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒത്തിരി കാര്യങ്ങളുണ്ട് അതിനകത്ത് വിശദീകരിക്കാനായിട്ട്. അപ്പൊ അത്തരം കാര്യങ്ങളിലേക്കും ആ സംശയങ്ങളിലേക്കും ഒക്കെ കടക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇന്ന് നിലവിലിപ്പോൾ ഇന്ത്യയുടെയും ലോകത്തിന്റെ അവസ്ഥയൊന്ന് നോക്കാം. ഈ കോവിഡ് മഹാമാരി എന്ന് പറയുന്നത് ഇപ്പം ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയൊരു മഹാമാരിയായിട്ട് മാറി ലോകമൊട്ടാകെ ഏതാണ്ട് 77 ലക്ഷം ജനങ്ങളെ രോഗികളാക്കി മാറ്റിക്കഴിഞ്ഞു. അതുകൂടാതെ 4.5 ലക്ഷം പേര് ലോകമൊട്ടാകെ മരിച്ചു കഴിഞ്ഞു. ഇന്ത്യയിലൊട്ടാകെ 3,20,000 ആൾക്കാർ രോഗികളായി മാറി. അതുപോലെ തന്നെ മരണനിരക്കിൽ ഇന്നലെ 10ാം സ്ഥാനത്തായിരുന്നു ഇന്ത്യ. ഇന്ന് ജർമ്മനിയെ മറികടന്നുകൊണ്ട് 9ാം സ്ഥാനത്തേക്ക് ഉയർന്നിരിക്കുന്നു. ആകെ മൊത്തം രോഗികളുടെ എണ്ണത്തിലാണെങ്കിൽ ഇന്ത്യ 4ാം സ്ഥാനത്തേക്ക് വന്നു കഴിഞ്ഞു. അങ്ങനെ വളരെ ഭീതിതമായ ഒരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ആദ്യമായി ഇന്ത്യയിൽ ഒരു ദിവസത്തെ മരണസംഖ്യ 300 കവിഞ്ഞിരിക്കുന്നു. അതുകൂടാതെ നമ്മുടെ തലസ്ഥാനമായ ഡൽഹി നമ്മുടെ തലസ്ഥാനം മാത്രമല്ല ഇന്ത്യയുടെ കോവിഡ് ക്യാപിറ്റൽ കൂടിയായി മാറിയിരിക്കുന്നു. അതായത് സുപ്രീം കോടതി പോലും അതിരൂക്ഷമായ രീതിയിൽ ഡൽഹി സർക്കാരിനെ വിമർശിക്കുന്ന തരത്തിൽ കോവിഡ് രോഗബാധിതരായിട്ടുള്ള മനുഷ്യർക്ക് മൃഗങ്ങളെക്കാൾ പോലും മൃഗങ്ങളുടെ പരിഗണന പോലും നൽകുന്നില്ലേ എന്ന് ചോദിക്കുന്ന വിധത്തിൽ ആശുപത്രികൾ തോറും മൃതശരീരങ്ങൾ, കോവിഡ് ബാധിച്ചവരുടെ മൃതശരീരങ്ങൾ കൈകാര്യം ചെയ്യുന്ന രീതിയിലും രോഗികൾക്ക് ചികിത്സ കൊടുക്കുന്ന രീതിയിലുമൊക്കെ അങ്ങേയറ്റത്തെ മോശമായ ഒരു അവസ്ഥയിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതായത് അവിടെ ഡൽഹി ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കേജ്രിവാൾ ഏറ്റവും നല്ല രീതിയിൽ ആരോഗ്യ സംവിധാനങ്ങൾ പുനഃസംഘടിപ്പിക്കപ്പെട്ട ഒരു സംസ്ഥാനം. മറ്റുള്ള സംസ്ഥാനങ്ങൾക്ക് മാതൃകയാവുന്ന രീതിയിലേക്ക് കുതിച്ചുകൊണ്ടിരുന്ന ഒരു ആരോഗ്യ സംവിധാനമുള്ള നമ്മുടെ ക്യാപിറ്റൽ സിറ്റിയാണ് ഡൽഹി. അത് ഇന്ന് ഇന്ത്യയുടെ കോവിഡ് ക്യാപിറ്റലായി മാറിയിരിക്കുന്നു. സുപ്രീം കോടതി അതിനിശ്ചിതമായ രീതിയിൽ വിമർശിച്ചിരിക്കുന്നു. ആ ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തി, വളരെ കുറഞ്ഞ സമയം കൊണ്ട് എത്തി എന്ന് പറയുന്നത് തന്നെ നമുക്ക് കാര്യങ്ങൾ എത്രമാത്രം വഷളായിരിക്കുന്നു നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ രോഗികളുടെ എണ്ണത്തിൽ ഒരു എക്സ്പൊണൻഷ്യൽ റേറ്റിലേക്കാണ് ഇന്ത്യ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ആദ്യത്തെ 1 ലക്ഷം രോഗികൾ എത്താൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തത് 100 ദിവസമാണെങ്കിൽ അടുത്ത 14 ദിവസം കൊണ്ട് 2 ലക്ഷം രോഗികളെത്തി. അതുപോലെ തന്നെ അടുത്ത 1 ലക്ഷം 3 ലക്ഷത്തിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി എടുത്തത് വെറും 12 ദിവസമാണ്. ആ രീതിയിൽ വളരെ റാപ്പിഡായിട്ടുള്ള രീതിയിൽ രോഗം ഗുരുതരമായ രീതിയിൽ ബാധിക്കുന്നു. അതുപോലെ തന്നെ രോഗവ്യാപനത്തിന്റെ, കോവിഡ് വ്യാപനത്തിന്റെ അതീവ ഗുരുതരമായ ഒരു 2ാം ഘട്ടം അത് ഈ വരുന്ന ജൂലൈ ഓഗസ്റ്റ് മാസത്തിൽ ഉണ്ടാകും എന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് നമ്മൾ ലോക്ക്ഡൌണിൽ പടിപടിയായിട്ട് നൽകിക്കൊണ്ടിരിക്കുന്ന ഇളവുകൾ, അതിന്റെ ഫലം നമ്മൾ അറിയാനിരിക്കുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ഇപ്പോഴ് നമ്മുടെ കൈയെത്തുന്ന അകലത്ത് നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ കോവിഡ് രോഗികൾ മറ്റ് സംസ്ഥാനത്തു നിന്ന് വന്നവരും വിദേശ രാജ്യങ്ങളിൽ നിന്ന് മറ്റു രാജ്യങ്ങളിൽ നിന്നൊക്കെ വന്നവരും ഒക്കെ ആയിട്ട് നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ തന്നെ ധാരാളം കോവിഡ് പേഷ്യൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവരിൽ നിന്നുള്ള സമ്പർക്കത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മളും നമ്മുടെ പ്രിയപ്പെട്ടവരെയും അങ്ങനെ എക്സ്പോസ്ഡ് ആകുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ചാൻസുകളും, എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടെങ്കിൽ ആ ചാൻസുകളെല്ലാം നമ്മൾ ഒഴിവാക്കി കഴിയുന്നത്ര ആവശ്യത്തിന് മാത്രം നമ്മൾ സമൂഹത്തിൽ ഇടപെടുന്ന ഒരു അവസ്ഥയിലേക്ക്, എത്രമാത്രം നിയന്ത്രണങ്ങൾ പിൻവലിച്ചാലും പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ അനുവദിച്ചാലും ചന്തകളും മറ്റുള്ള കാര്യങ്ങളെല്ലാം അനുവദിച്ചു കഴിഞ്ഞാലും ഇന്നലത്തെ തൃശ്ശൂരിലെയൊക്കെ സ്ഥിതി നമുക്ക് അറിയാം. അപ്പൊ ആ ഒരു നിലയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ തന്നെ സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക. നമ്മൾ ഈ രോഗം നമുക്ക് പിടിപെടാതെ നമ്മൾ സ്വയം സൂക്ഷിക്കുക. അപ്പോൾ ഇനി നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറയാൻ ബാക്കി നിർത്തിയ ചില സംശയങ്ങൾ, അതിൽ നമുക്ക് നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ എന്താണ് നമുക്ക് നൽകിയിരിക്കുന്ന വിശദീകരണം, അതിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് റിവേഴ്സ് ക്വാറന്റൈൻ എന്ന് പറയുന്ന ഒരു വാക്ക്, അതിപ്പോൾ ഒരുപാട് കേൾക്കുന്നതാണ്. എന്താണ് റിവേഴ്സ് ക്വാറന്റൈൻ? റിവേഴ്സ് ക്വാറന്റൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല,
ലോകത്തിൽ ഈ പറയുന്ന മോർട്ടാലിറ്റി റേറ്റ് അഥവാ മരണനിരക്ക് ഏറ്റവും കൂടുതലുള്ള വിഭാഗം എന്ന് പറയുന്നത് 2 കാറ്റഗറിയിലുള്ള ആൾക്കാരാണ്. ഒന്ന് 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, ഒന്ന് 65 വയസ്സിന് മുകളിലുള്ള ആൾക്കാർ. അപ്പൊ ഈ 2 എക്സ്ട്രീം ഏജ് എന്നാണ് നമ്മൾ പറയുന്നത്. അവരെ രോഗാവസ്ഥയിലുള്ള ആൾക്കാരുമായിട്ട് സമ്പർക്കത്തിൽ വരുന്നതോ അങ്ങനെയൊക്കെയുള്ള സാധ്യതകൾ എങ്ങനെ കുറയ്ക്കാൻ പറ്റും? ഉദാഹരണത്തിന് 10 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ഒരു കാരണവശാലും സ്കൂളിലേക്ക് അയക്കുകയോ അവരെയും കൊണ്ട് ട്രാവൽ ചെയ്യുക. അതുകൊണ്ടാണ് 10 വയസ്സിൽ താഴെയുള്ള ആൾക്കാരെയും 65 വയസ്സിൽ മുകളിലുള്ള ആൾക്കാരെയും യാത്രാ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത്. അതുകൊണ്ടാണ്. ഇനി നമ്മൾ അവരുടെ റിവേഴ്സ് ക്വാറന്റൈൻ എന്ന് പറയുന്നത് ഇവരെ ക്വാറന്റൈൻ ചെയ്യുക പറഞ്ഞാൽ ഇവരെ വീടുകളിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, സംരക്ഷിക്കുക. അപ്പൊ അവരെ പുറത്തേക്കുള്ള ആൾക്കാരിലുമായിട്ടുള്ള എക്സ്പോസ് ചെയ്യുന്നതും സമ്പർക്കം ഉണ്ടാകുന്നതും സമൂഹത്തിൽ സഹകരിക്കുന്നതും യാത്ര ചെയ്യുന്നതും ഒക്കെ പാടെ അങ്ങ് അവോയ്ഡ് ചെയ്യുക, ഉപേക്ഷിക്കുക. അതിനാണ് റിവേഴ്സ് ക്വാറന്റൈൻ എന്ന് പറയുന്നത്. അപ്പൊ റിവേഴ്സ് ക്വാറന്റൈൻ ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, മറ്റുള്ള യങ്ങർ ഏജിലുള്ള ആൾക്കാർ പുറത്തേക്ക് പോകും, വീട്ടിൽ നിന്ന് പുറത്തേക്ക് ബിസിനസ്സുകളിലും ഓഫീസ് ജോലികളിലും മറ്റുള്ള കാര്യങ്ങളിലും എല്ലാം വ്യാപൃതരാകുകയൊക്കെ ചെയ്യും. അപ്പൊ അവർ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും അവര് കംപ്ലീറ്റ് ആയിട്ട് തന്നെ അവരുടെ ഡ്രസ്സ് മാറുകയും അതുപോലെ കൈകാലുകളൊക്കെ വളരെ ശുചിയാക്കുകയും അതേപോലെ സാനിറ്റൈസർ ഉപയോഗിക്കുകയും എല്ലാ രീതിയിലും വളരെ ക്ലീൻ ആയി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ പറയുന്ന എക്സ്ട്രീം ഏജുകാരുമായിട്ട് ഇടപെടാൻ പാടുള്ളൂ. അതും ഒരു അകലം പാലിച്ചുകൊണ്ട്, അവരുമായിട്ട് യാതൊരു തരത്തിലും സമ്പർക്കം വരാത്ത രീതിയിൽ നമ്മൾ അകലം കൃത്യമായിട്ട് പാലിച്ചുകൊണ്ട്. കാരണം ഈ പറഞ്ഞ മറ്റുള്ള ആൾക്കാർ പുറത്തേക്ക് പോകുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അവർ വീട്ടിലേക്ക് വരുമ്പോൾ സഹകരിക്കുന്നതിൽ വളരെയധികം സൂക്ഷ്മത പാലിക്കുക. ഇതിനാണ് റിവേഴ്സ് ക്വാറന്റൈൻ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് ഇനി നമുക്ക് പറയാനുള്ളത്, എങ്ങനെയാണ് കോവിഡ് രോഗ പരിശോധന നടത്തുന്നത്, സ്വാബ് കളക്ഷൻ, അതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു എങ്ങനെയാണ് കളക്ട് ചെയ്യുന്നത്. കോവിഡ് പരിശോധന എന്ന് പറയുന്നത് കേരളത്തിൽ 3000 മുതൽ 3500 രോഗികളെയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജില്ലയിൽ പരമാവധി 200 മുതൽ 230 രോഗികളെയാണ് കേരളത്തിൽ പരിശോധിക്കുന്നത്. അപ്പൊ അങ്ങനെ 14 ജില്ലയിൽ അങ്ങനെയാണ് 3000 മുതൽ 3500 രോഗികളെ വരെ പരിശോധിക്കുന്നത്. ഈ രോഗം ടെസ്റ്റ് ചെയ്യുന്നതിന്റെ കാര്യത്തിൽ ശരിക്കും ഇപ്പോൾ ഒരു ജില്ലയിൽ 230 എന്നൊക്കെ പറയുന്നത് ഒരു മൊത്തത്തിൽ കേരളത്തിലെ 3.5 കോടി ജനങ്ങളുടെ ഇടയിൽ വെറും 3500 എന്നൊക്കെ പറയുന്നത് അത്ര വളരെ കുറവായിട്ടുള്ള ഒരു ടെസ്റ്റിംഗ് ആണ്. നമുക്കിവിടെ ഇപ്പോൾ ഇതുവരെ റാൻഡം ടെസ്റ്റിങ്ങുകളൊന്നും തുടങ്ങിയിട്ടില്ല. അതിന് കാരണം നമ്മുടെ ലാബുകളുടെ അപര്യാപ്തതയാണ്. അത് മറ്റു സംസ്ഥാനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഈ രോഗപരിശോധനയുടെ എണ്ണത്തിലെങ്കിലും നമ്മൾ ഒരുപാട് പുറകിലാണ്. അത് സമ്മതിക്കാതിരുന്നിട്ട് കാര്യമില്ല. അപ്പം പക്ഷേ ഇപ്പോൾ ഈ 3500 പേരെ സംസ്ഥാനം ഒട്ടാകെ 3.5 കോടി ജനങ്ങളിൽ 3500 പേരെ വീതം ഒരു ദിവസം ടെസ്റ്റ് ചെയ്യും. എങ്ങനെയാണ് ഈ ടെസ്റ്റ് ചെയ്യുന്നത്? എങ്ങനെയാണ് ഈ 3500 പേരെ തിരഞ്ഞെടുക്കുന്നത്? അത് അങ്ങേയറ്റം മാതൃകാപരമായ രീതിയിൽ ഉള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഓരോ ജില്ലയിലും പഞ്ചായത്തുകളെ ബ്ലോക്ക് അടിസ്ഥാനത്തിൽ തരം തിരിച്ചുകൊണ്ട് ഒരു സെൻട്രലൈസ് രോഗികളെ ഒരു മുൻഗണനാ ക്രമത്തിൽ, ആ മുൻഗണന നൽകുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പോയിന്റുകൾ നൽകും. ഉദാഹരണത്തിന് രോഗിയുമായിട്ട് സഹകരിച്ചിട്ടുള്ള ആൾക്കാർക്ക് പോയിന്റ് കൂടുതലായിരിക്കും. അല്ലെങ്കിൽ അവരുടെ സമ്പർക്ക പട്ടികയിൽ എവിടെയെങ്കിലും രോഗികളോ അല്ലെങ്കിൽ രോഗലക്ഷണങ്ങളോ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് പോയിന്റ് കൂടുതലാണ്. അതിനുശേഷം അടുത്ത കാറ്റഗറിയിലേക്ക് വരുന്ന പറഞ്ഞാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ഒരാളാണോ, ക്വാറന്റൈനിലുള്ള ആളാണോ, അതേപോലെ തന്നെ രോഗലക്ഷണങ്ങളുള്ള ആളാണോ, ഇങ്ങനെയൊക്കെയുള്ള പല ക്രൈറ്റീരിയയുടെ അടിസ്ഥാനത്തിൽ ഇവർക്ക് ഓരോ പോയിന്റുകൾ നൽകും. ഈ പോയിന്റുകളുടെ അടിസ്ഥാനത്തിൽ ഒരു മുൻഗണനാ ലിസ്റ്റ് ഉണ്ടാക്കും. ഈ മുൻഗണനാ ലിസ്റ്റിന്റെ നിന്നും PHCO അല്ലെങ്കിൽ കോൾ സെന്ററുകളിൽ നിന്നോ വിളിച്ചിട്ട് ഈ മുൻഗണനാ റാങ്കിംഗ് പട്ടികയിൽ ഏറ്റവും ടോപ്പിൽ വരുന്ന 200 അല്ലെങ്കിൽ 230 പേര് ആ ജില്ലയിൽ എന്ത് ചെയ്യും, കോവിഡ് പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് സെലക്ട് ചെയ്ത ആൾക്കാരെ അങ്ങോട്ട് വിളിച്ച് പറയും, നിങ്ങൾ കോവിഡ് പരിശോധനയ്ക്ക് തയ്യാറാവണം എന്ന് പറയും. എന്നിട്ട് അവരെ കളക്ഷൻ സെന്ററിലേക്ക് അയക്കും. കളക്ഷൻ സെന്ററുകൾ മിക്കവാറും എല്ലാം താലൂക്ക് ആശുപത്രികളിലോ അല്ലെങ്കിൽ ജില്ലാ ആശുപത്രികളിലോ ആയിരിക്കും. അപ്പോൾ ഇവരെ ആ കളക്ഷൻ സെന്ററിലേക്ക് അയക്കും. എങ്ങനെ അയക്കുന്നത്? അത് അവരോട് പറയും, അവരുടെ സ്വകാര്യ വാഹനത്തിൽ തന്നെ എത്താനാണ് ആവശ്യപ്പെടുന്നത്. അങ്ങനെ സ്വാബ് കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ശ്രമകരമായ ഒരു പരിപാടിയാണ്. സാധാരണ ചെയ്യുന്ന പോലെ ഒന്നല്ല. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു 7 സെന്റിമീറ്ററോളം നീളമുള്ള ഒരു സ്റ്റിക്ക്, അത് മൂക്കിനകത്തൂടെ നേസൽ ടെസ്റ്റ് ആണ് അല്ലെങ്കിൽ സ്രവമാണ് നമ്മളിപ്പോൾ എടുക്കുന്നത് ടെസ്റ്റിങ്ങിന് വേണ്ടി കൂടുതലായി കേരളത്തിൽ. അപ്പം ഇത് മൂക്കിനകത്തൂടെ കടത്തിയിട്ടാണ് ഈ തൊണ്ടയുടെ ഭാഗത്തുള്ള സ്രവം എടുക്കുന്നത്. അതിനകത്ത് എടുത്തിട്ട് ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് അയക്കുകയാണ് ചെയ്യുന്നത്. ഇത് എടുക്കുന്ന ആൾക്കാര് കൈകളിൽ ഗ്ലൗസ്, അതുപോലെ പ്രത്യേകതരം മാസ്ക്, ശരീരം മുഴുവനും കവർ ചെയ്യുന്ന PPE കിറ്റുകൾ എന്നിവ ധരിച്ചിരിക്കും. അതേപോലെ ഇത് എടുക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേക പരിശീലനം ആവശ്യമാണ്. കാരണം ഇത് മൂക്കിനകത്തൂടെ കടത്തുമ്പോൾ രോഗിക്ക് ചില അസ്വസ്ഥതകളൊക്കെ, നമുക്ക് പെയിൻഫുൾ ഒന്നും അല്ലെങ്കിലും ചില അസ്വസ്ഥതകൾ എന്തായാലും മൂക്കിനകത്തൂടെ ഒരു ദണ്ട് കടത്തുമ്പോൾ തീർച്ചയായിട്ടും തുമ്മലുണ്ടാവാനും തൊണ്ടയ്ക്ക് പ്രശ്നം ഉണ്ടാകാനും അസ്വസ്ഥത ഉണ്ടാകാനും ഒക്കെ ഉള്ള വളരെ സാധ്യതകളുണ്ട്. ഈ സ്വാബ് കളക്ട് ചെയ്ത് അത് അതിൻ്റെതായിട്ടുള്ള കണ്ടെയ്നറിനകത്ത് ഇട്ടിട്ട് സീല് ചെയ്ത് രോഗിയുടെ പേരും ഡീറ്റെയിൽസും എടുക്കുന്ന ഡേറ്റും ഒക്കെ ആയിട്ട് ഇത് ലാബിലേക്ക് അയക്കുകയാണ് ചെയ്യുന്നത്. കുട്ടികളാണെങ്കിൽ
അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും, ഒരാളെ കൊണ്ടൊന്നും ഇതെടുക്കാൻ പറ്റരുന്നില്ല. അപ്പം ഒന്നോ അതിലധികം ആരോഗ്യ പ്രവർത്തകർ അവർ തടസ്സം സൃഷ്ടിക്കാതിരിക്കാൻ ആ കുട്ടികളെ പിടിക്കേണ്ടതായിട്ടുണ്ട്. ചിലപ്പോൾ കൈയോ കാലൊക്കെ പിടിച്ചിട്ട് ഈ മൂക്കിനകത്തോണ്ട് ഇതെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെയും ഒരു സുഖകരമായ ഒരു ഏർപ്പാടല്ല. ഇങ്ങനെ എടുക്കുന്ന കളക്ട് ചെയ്യുന്ന സ്വാബ് എന്ത് ചെയ്യും, ലാബിലേക്ക് അയച്ചിട്ട് 24 മണിക്കൂർ സമയത്തിനുള്ളിൽ നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടും. ആ റിസൾട്ട് കിട്ടിക്കഴിയുമ്പോഴാണ് നമുക്കിപ്പോൾ എല്ലാ ദിവസവും വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറയുന്ന പോലെ ഇന്ന് സംസ്ഥാനത്ത് 85 പേര് അല്ലെ 90 പേര് എന്നൊക്കെയുള്ള രോഗികളുടെ എണ്ണം പറയുന്നത് ഈ പരിശോധനാ ഫലം കിട്ടിയതിന് ശേഷം. അപ്പൊ 24 മണിക്കൂർ എന്ന് പറയുമ്പോൾ ഇന്നലെ 24 മണിക്കൂറിന് മുമ്പ് പരിശോധനയ്ക്ക് അയച്ചിട്ടുള്ള രോഗികളുടെ വിവരമാണ് നമ്മൾ ഇന്ന് കിട്ടുന്നത്. അത് ആലോചിക്കണം. എന്നിട്ട് അതെന്ത് ചെയ്യും, അതിനനുസരിച്ച് അയാൾ ഒന്നുകിൽ കോവിഡ് പോസിറ്റീവ് ആകാം അല്ലെങ്കിൽ നെഗറ്റീവ് ആകാം. നെഗറ്റീവ് ആണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല, അയാൾ രോഗം സംശയിച്ചെങ്കിലും അയാൾക്ക് രോഗമില്ല, മറ്റ് അസുഖങ്ങൾക്ക് ചികിത്സിച്ചാൽ മതി. രോഗിയായെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? അതൊരു കാര്യം ചെയ്യാം, അത് കുറച്ച് കൂടെ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഒരു കോവിഡ് രോഗി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അവരുടെ ചികിത്സകൾ എന്തൊക്കെയാണ്, സംസ്ഥാന സർക്കാർ എങ്ങനെയാണ് അവർക്ക് ട്രീറ്റ്മെന്റ് നൽകുന്നത്, ഇത്തരം കാര്യങ്ങൾ കൂടുതൽ വിശദമായിട്ട് വ്യക്തമാക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കത് പിന്നീടൊരു ഘട്ടത്തിൽ നമുക്ക് പരിശോധിക്കാം. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വേറൊരു വീഡിയോയിൽ ഉടനെ എത്തുന്നതാണ്.